നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, കൊല്ലം ജില്ലയിലെ ചവറ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. പാലക്കാട് ജില്ലയുടെ കാർഷിക കലവറ എന്നറിയപ്പെടുന്ന ചിറ്റൂർ പുഴയുടെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സാംസ്കാരിക തനിമയും കാർഷിക പാരമ്പര്യവും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന ചിറ്റൂർ നിയോജക മണ്ഡലം. സംസ്ഥാന സർക്കാരും കിഫ്ബിയും സംയുക്തമായി ഈ മണ്ഡലത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വികസന രംഗത്ത് കിഫ്ബിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയും വലിയ വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചത്. ഞാൻ 80 തൊട്ട് MLA ആണ്. ഒരിക്കലും നടക്കാത്ത വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി മുഖാന്തരം ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ റോഡെടുത്താൽ കരിമണ്ണ് കുൽക്കപ്പാറ കള്ളിയമ്പാറ വയൽപ്പതി 22 കോടി, പൂനേരം കിണാശ്ശേരി 10 കോടി, ചിറ്റൂർ പുഴപ്പാലം വിളയോടി 49, കമ്പിളിച്ചുങ്കം അത്തിക്കോട് 22 കോടി, മുത്തുസ്വാമി പുതൂർ 15 കോടി, പാറ പൊള്ളാച്ച് റോഡ് 20 കോടി, മലയോര ഹൈവേ 140 കോടി, സ്കൂൾ കെട്ടിടങ്ങൾ GBHS ചിറ്റൂർ കെട്ടിട നിർമ്മാണം 5 കോടി, GVHS ചിറ്റൂർ കെട്ടിട നിർമ്മാണം 3 കോടി, GHSS കോഴിപ്പാറ 3 കോടി, GSHMS തത്തമംഗലം 3 കോടി, GHS പട്ടഞ്ചേരി കെട്ടിട നിർമ്മാണം 1 കോടി, GUPS നെല്ലിപ്പള്ളി കെട്ടിടം 1 കോടി, GBUPS തത്തമംഗലം കെട്ടിട നിർമ്മാണം 1 കോടി, GUPS തത്തമംഗലം കെട്ടിട നിർമ്മാണം 1 കോടി, GHS നന്ദിയോട് കെട്ടിട നിർമ്മാണം 1 കോടി, BGHS വണ്ണാമട കെട്ടിട നിർമ്മാണം 1 കോടി, GUPS കൊഴിഞ്ഞാമ്പാറ കെട്ടിടം 1 കോടി, ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് സ്പോർട്സ് കോംപ്ലക്സ് 12 കോടി, ചിറ്റൂർ താലൂക്ക് ആശുപത്രി 70 കോടി 51 ലക്ഷം, മൂലത്തറ RBC 262 കോടി, വടകരപ്പള്ളി റെഗുലേറ്റർ 29 കോടി, പെരുമാട്ടി പട്ടഞ്ചേരി നെല്ലപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതി 78 കോടി 10 ലക്ഷം. അതുപോലെ മൈക്രോ ഇറിഗേഷൻ 20 കോടി, കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ. അങ്ങനെ 952 കോടി ഇപ്പോൾ ചിലവാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇനി ഒരു 400 കോടി RBCയുടെ കൂടി അനുമതിയായിട്ട് നിൽക്കുകയാണ്. ഇതാണ് കിഫ്ബിയെ കൊണ്ട് ചിറ്റൂരിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിൽ വലിയ ഒരു നാഴികക്കല്ലാണ് കിഫ്ബിയെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ചിറ്റൂർ പോലൊരു കാർഷിക മേഖലയുടെ ജീവനാഡി അവിടുത്തെ ജലലഭ്യതയാണ്. കൃഷിക്കും കുടിവെള്ളത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ജലവിഭവ രംഗത്ത് ചരിത്രപരമായ മുന്നേറ്റത്തിനാണ് ചിറ്റൂർ സാക്ഷ്യം വഹിക്കുന്നത്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ കേരള വാട്ടർ അതോറിറ്റിയും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഈ നാടിന്റെ ദാഹം അകറ്റാനും കാർഷിക സമൃദ്ധിയും ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും ദീർഘകാല സ്വപ്നവുമായ പദ്ധതിയാണ് മൂലത്തറ വലതുകര കനാലിന്റെ കോരയാർ മുതൽ വരട്ടയാർ വരെയുള്ള ഭാഗം നീട്ടുന്ന ബൃഹത്തായ സംരംഭം. 255 കോടിയിലധികം രൂപയാണ് കിഫ്ബി ഈ വലിയ പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത്. KIIDCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദ്ധതിയുടെ 119 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി എന്നത് ഈ മേഖലയിലെ കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇത് പൂർത്തിയാകുന്നതോടെ ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമിക്ക് ജലസേചന സൗകര്യം ലഭ്യമാകും. ചിറ്റൂർ പുഴയ്ക്ക് കുറുകെ വടകരപ്പത്തി, പാൽത്തുള്ളി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്ന പദ്ധതിയും ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. 21 കോടിയിലധികം രൂപ വകയിരുത്തിയ ഈ പദ്ധതിയുടെ 20 കോടിയിലധികം രൂപയുടെ നിർമ്മാണവും KIIDC പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് ജലനിയന്ത്രണത്തിനും ഗതാഗതത്തിനും ഒരുപോലെ പ്രയോജനകരമാകും.
വിതരണ രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുന്നത്. കൊഴിഞ്ഞാമ്പാറ, വടകരപ്പത്തി, എരുത്തേമ്പതി പഞ്ചായത്തുകളിലെ സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി കേരള വാട്ടർ അതോറിറ്റി 24.7 കോടി രൂപ വകയിരുത്തിയതിൽ 16.7 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. അതുപോലെ പെരുമാട്ടി, പട്ടഞ്ചേരി, എലപ്പുള്ളി, നല്ലേപ്പള്ളി പഞ്ചായത്തുകളിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനായി 29 കോടി രൂപ അനുവദിച്ചതിൽ 22.8 കോടിയിലധികം രൂപയുടെയും ഇതേ പഞ്ചായത്തുകളിലെ അവസാന ഉപഭോക്താക്കൾക്ക് വരെ വെള്ളമെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള മൂന്നാം ഘട്ടത്തിനായി 77 കോടിയിലധികം രൂപ അനുവദിച്ചതിൽ 59.9 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ KWA പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ കുടിവെള്ള പദ്ധതികളെല്ലാം ചിറ്റൂർ മണ്ഡലത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം നൽകാൻ പര്യാപ്തമാണ്. ജലവിഭവ രംഗത്തെ ഈ മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ ചിറ്റൂർ മണ്ഡലത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നു. കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFB, കിഫ്ബിയുടെ പിന്തുണയോടെ നിരവധി റോഡ്, പാലം നിർമ്മാണ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പ്രധാന റോഡുകളുടെ നവീകരണം യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കും. പുതുനഗരം കിണാശ്ശേരി റോഡിന്റെ 7.7 കിലോമീറ്റർ നവീകരിക്കുന്നതിനായി 35.6 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ കരിമണ്ണ്, കുലുക്കപ്പാറ, കല്ലിയമ്പാറ, ഒഴലപ്പതി റോഡിന്റെ 10 കിലോമീറ്ററിലധികം ദൂരം നവീകരിക്കുന്നതിനായി 21.9 കോടി രൂപയുടെ പദ്ധതിക്കും പാറ പൊള്ളാച്ചി റോഡിന്റെ നവീകരണത്തിനായി 17.6 കോടി രൂപയുടെ പദ്ധതിക്കും ചിറ്റൂർ പുഴ പാലം, വണ്ടിത്താവളം റോഡിനായി 4.2 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുത്തസ്വാമി പുത്തൂർ 5 മൈൽ റോഡ്, കമ്പിലിച്ചുങ്കം, പെരുവേമ്പ റോഡ് എന്നിവയുടെ നവീകരണത്തിനുള്ള പദ്ധതികളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. മലയോര മേഖലയുടെ വികസനത്തിന് കരുത്തേക്കുന്ന മലയോര ഹൈവേ പദ്ധതിയുടെ നിർണായക ഭാഗങ്ങളും ചിറ്റൂർ മണ്ഡലത്തിന് സമീപത്തു കൂടി കടന്നുപോകുന്നു. പാലക്കാട് ജില്ലയിലെ കൂട്ടുപാത മുതൽ കൊല്ലങ്കോട് വരെയുള്ള 2ാം റീച്ചിന്റെ നിർമ്മാണത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഗോപാലപുരം മുതൽ നെടുമണി വരെയുള്ള 1ാം റീച്ചിനും 2ാം റീച്ചിനും യഥാക്രമം 73 കോടി, 82 കോടി രൂപയുടെ വലിയ പദ്ധതികൾക്കും KRFB അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ മലയോര പാതകൾ പൂർണ്ണമാകുമ്പോൾ അത് ചിറ്റൂരിന്റെ കിഴക്കൻ മേഖലകളിലെ ഗതാഗത സൗകര്യങ്ങൾക്കും വാണിജ്യ മുന്നേറ്റത്തിനും വലിയ മുതൽക്കൂട്ടാകും. ആരോഗ്യ സംരക്ഷണ രംഗത്തും ചിറ്റൂർ മണ്ഡലത്തിന് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഇവിടുത്തെ പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രമായ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ബൃഹത്തായ പദ്ധതി ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 53.9 കോടിയിലധികം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ ഈ പദ്ധതിയുടെ 44.9 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പുതിയ കെട്ടിടങ്ങൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ആശുപത്രിയിലേക്ക് ഏറ്റവും ആധുനികമായ മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുന്നതിനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി 10 കോടിയിലധികം രൂപ വകയിരുത്തിയതിൽ 4.3 കോടിയിലധികം രൂപയുടെ സംഭരണവും നടന്നു കഴിഞ്ഞു. ഈ വികസന പ്രവർത്തനങ്ങൾ ചിറ്റൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നു. വൃക്കരോഗികൾക്ക് ആശ്വാസമായി സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പ്രയോജനവും ചിറ്റൂരിലെ ജനങ്ങൾക്ക് ലഭിക്കും. KMSCL 50 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ സുപ്രധാന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനകം 36 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ പൂർത്തിയായിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന 236 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയുടെ പ്രയോജനവും ചിറ്റൂർ മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലഭിക്കും. KMSCL ഈ സംസ്ഥാനതല പദ്ധതിയുടെയും നിർവഹണ ഏജൻസി. വിദ്യാഭ്യാസ രംഗത്തും ചിറ്റൂർ മണ്ഡലം ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി സ്കൂളുകളും കോളേജുകളും നവീകരിക്കുന്നതിനുള്ള നിരവധി പദ്ധതികളാണ് കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്നത്.
പാലക്കാട് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എത്തുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില പാലക്കാട് ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 11, ക്ലസ്റ്റർ 23 എന്നീ പദ്ധതികളിലൂടെ സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവയുടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടപ്പിലാക്കുന്ന പാലക്കാട് ക്ലസ്റ്റർ ഫേസ് 3 പദ്ധതിക്കായി 20 കോടി രൂപ അനുവദിച്ചതിൽ 16.4 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി. PPA മിഷന്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലെയും ഓരോ സ്കൂൾ നവീകരിക്കുന്ന 10 കോടി രൂപയുടെ പദ്ധതിയും ജില്ലയിൽ പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു. അതുപോലെ തൃശൂർ പാലക്കാട് ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിയും പുരോഗമിക്കുന്നു. ഈ ക്ലസ്റ്റർ പദ്ധതികളെല്ലാം ചിറ്റൂർ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ചിറ്റൂരിന് അഭിമാനിക്കാൻ വകയുണ്ട്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന്റെയും കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് കോളേജിന്റെയും വികസനം ലക്ഷ്യമിട്ടുള്ള പാലക്കാട് ക്ലസ്റ്റർ 1 ഫേസ് 4 പദ്ധതി കിറ്റ്കോ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നിവയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. കിറ്റ്കോയുടെ മേൽനോട്ടത്തിലുള്ള 8.2 കോടി രൂപയുടെ പദ്ധതിയുടെ 6.9 കോടി രൂപയുടെയും പണികളും KSITLന്റെ 10.3 കോടി രൂപയുടെ പദ്ധതിയും പുരോഗതിയിലാണ്. ഇത് ഈ കോളേജുകളിലെ അക്കാദമിക ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇനി മറ്റു ചില പ്രധാന വികസന മേഖലകൾ കൂടി നോക്കാം. കായിക രംഗത്ത് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്ന പദ്ധതി കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ പുരോഗമിക്കുകയാണ്. 5.5 കോടി രൂപ വകയിരുത്തിയ ഈ പദ്ധതിയുടെ 3.1 കോടിയിലധികം രൂപയുടെ പണികൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഇത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും മികച്ച കായിക പരിശീലന സൗകര്യമൊരുക്കും. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ സംസ്ഥാനത്തുടനീളം ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്ന 52 കോടിയിലധികം രൂപയുടെ പദ്ധതിയുടെ ഗുണഫലം പാലക്കാട് ജില്ലയ്ക്കും അതുവഴി ചിറ്റൂരിലെ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നുണ്ട്. അതുപോലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്ന കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള 27.5 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനങ്ങളും ചിറ്റൂരിലെ യുവതലമുറയ്ക്ക് ഭാവിയിൽ ലഭ്യമാകും. നമ്മളിപ്പോൾ കേട്ടതുപോലെ ചിറ്റൂർ നിയോജക മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണ്. ജലവിഭവ രംഗത്തെ ചരിത്രപരമായ മുന്നേറ്റങ്ങൾ, ഗതാഗത രംഗത്ത് നവീകരിക്കപ്പെടുന്ന റോഡുകളും പാലങ്ങളും മലയോര ഹൈവേയും, ആരോഗ്യരംഗത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന താലൂക്ക് ആശുപത്രിയും, വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന സ്കൂളുകളും കോളേജുകളും, കായിക സാമൂഹ്യനീതി നൈപുണ്യ വികസന രംഗങ്ങളിലെ പുതിയ പദ്ധതികളും ചേരുമ്പോൾ ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ഇടപെടലുകളും 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും ചിറ്റൂരിന്റെ കാർഷിക പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നാടിനെ പുരോഗതിയുടെ പുതിയ തീരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കർഷകർക്കും സാധാരണക്കാർക്കും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നൽകുമെന്നും യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിന്റെ വ്യാവസായിക ഭൂപടത്തിൽ തനതായ സ്ഥാനമുള്ള പ്രദേശം,
പ്രകൃതിയുടെ സൗന്ദര്യവും കഠിനാധ്വാനികളായ ജനങ്ങളും ഒത്തുചേർന്ന ചവറ നിയോജക മണ്ഡലം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുമെല്ലാം ചവറ കൈവരിച്ച നേട്ടങ്ങൾ നമുക്ക് അടുത്തറിയാം. ഈ വികസന യാത്രയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ചവറയുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി സുജിത് വിജയൻ പിള്ള MLA ആണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചവറയുടെ വികസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ്. UP തലം മുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെല്ലാം മികച്ച ഭൗതിക സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ളത്. ഇപ്പോൾ ചവറ സൗത്ത് UP സ്കൂളിൽ മികച്ച കെട്ടിട സൗകര്യങ്ങളുണ്ടായി. പ്രൈമറി തലത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിന് നേരിട്ട് വന്ന് തന്നെ 2021-22 തന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അന്ന് തൊട്ടേ കുട്ടികൾ ആ സ്കൂളിൽ ഇപ്പോൾ അതിൻ്റെ കാരണത്താൽ തന്നെ മികച്ച വിദ്യാർത്ഥികളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുകയുണ്ടായി ആ സ്കൂളിലേക്ക്. പിന്നീട് ഈ മണ്ഡലത്തിലുള്ള എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും മികച്ച ലാബോട് കൂടി തന്നെയുള്ള കെട്ടിടങ്ങൾ, മികച്ച സൗകര്യങ്ങൾ. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഹൈസ്കൂളുമായിട്ട് വ്യത്യാസമായിട്ട് ക്ലാസ് റൂമുകളുടെ വലുപ്പം കുറച്ച് കൂടി അധികം വേണം. 60-65 കുട്ടികളോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ക്ലാസ് റൂം ആയിരിക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലം തൊട്ടാണ് അതിന് വലിയ മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ സ്കൂളുകളും പയ്യൻകോയിക്കൽ സ്കൂളിൽ 5 കോടി രൂപയുടെ കിഫ്ബി ഫണ്ടും പിന്നെ തദ്ദേശികമായിട്ട് എടുത്തിട്ടുള്ള MLA ഫണ്ട് അടക്കമുള്ള 1 കോടി രൂപയും എല്ലാം ചേർത്തിട്ട് 6 കോടി രൂപയുടെ വലിയ വികസനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൂടാതെ പന്മനമനയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലും MLA ഫണ്ടും അതുപോലെ കിഫ്ബി ഫണ്ടിൻ്റെ 3.5 കോടിയും എല്ലാം ചേർത്തിട്ട് ഏതാണ്ട് 6 കോടി രൂപയുടെ കെട്ടിട സൗകര്യങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്, ഹയർ സെക്കൻഡറിക്ക് മാത്രമായിട്ട്. അതുപോലെ തന്നെയാണ് കൊറ്റംകുളങ്ങര സ്കൂളിൽ കിഫ്ബി ഫണ്ട് വഴി ലാബ് സൗകര്യങ്ങൾ, മികച്ച ലാബുകൾ ഉണ്ടായി. വള്ളിക്കീഴ് ഹയർ സെക്കൻഡറി സ്കൂളിലും 3.5 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുണ്ടായി. മികച്ച ലാബോട് കൂടിയുള്ള കെട്ടിട സൗകര്യങ്ങളാണ് അവിടെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത്. ശങ്കരമംഗലം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇതുപോലെ തന്നെ കിഫ്ബി ഫണ്ടോടുകൂടി 3.5 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിക്കുകയുണ്ടായി. അങ്ങനെ ഇനി പൂർത്തിയാകാനുള്ളത് കൊറ്റംകുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതും കിലയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ചവറയുടെ ഹൃദയം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാലയങ്ങളാണ്. ഒരു നാടിൻ്റെ ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വളരെ വലുതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചവറയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ പ്രാധാന്യം നൽകി വരുന്നു. നമ്മുടെ സർക്കാർ സ്കൂളുകൾ ഇന്ന് സൗകര്യങ്ങളുടെ കാര്യത്തിൽ പ്രൈവറ്റ് സ്കൂളുകളോട് കിടപിടിക്കുന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കിയും ചവറയിലെ വിദ്യാലയങ്ങൾ ഹൈടെക് സൗകര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചവറ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആവട്ടെ, SBVSGHSS പന്മന ആവട്ടെ, തെവലക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വള്ളിക്കീഴ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം വികസനത്തിൻ്റെ പുത്തൻ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ, നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റൽ, അത് പേരിൽ മാത്രമേ ഈ പറഞ്ഞ കണക്ക് താലൂക്ക് ഹോസ്പിറ്റലുള്ളത്. നേരത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ സൗകര്യത്തിൽ മാത്രം ആയിരുന്നു ഉള്ളത്. ഇപ്പോൾ ഏതാണ്ട് 46 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആ ആശുപത്രി സമുച്ചയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതതിൻ്റെ പൂർത്തീകരണ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടുകൂടി ഏതാണ്ട് 90,000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ സമുച്ചയമാണ്. RMO ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും എല്ലാം കൂടെ 90,000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ സമുച്ചയം തന്നെയാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കായിട്ട് കടലിൻ്റെ തീരത്ത്, കടലിൻ്റെ ഓരത്ത് ഏറ്റവും പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ തന്നെ പൂർത്തീകരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ വികസനം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില മേഖലകളാണ് പാലങ്ങൾ, കുടിവെള്ളം, ഫിഷ് മാർക്കറ്റ് എന്നിവ. ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.
ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും ശുദ്ധമായ കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനും മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി പദ്ധതികളാണ് ചവറയിൽ നടപ്പിലാക്കിയത്. പ്രധാനമായി എടുത്തു പറയേണ്ടത് മുക്കാട് കടവിനെയും ഫാത്തിമ ഐലൻഡിനെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലമാണ്. ഈ പാലം ഈ പ്രദേശവാസികളുടെ എത്രയോ കാലത്തെ സ്വപ്നമായിരുന്നു. അതുപോലെ നീണ്ടകരയിലെ താലൂക്ക് ആശുപത്രിയുടെ വികസനം ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മത്സ്യ മാർക്കറ്റുകളുടെ നവീകരണം മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനകരമായി. അതുപോലെ തന്നെ പശ്ചാത്തല വികസനത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ പാലങ്ങളാണ്. അതായത് മുക്കാടുകാർക്കറിയാം, അല്ലെങ്കിൽ ശക്തികുളങ്ങരക്കാർക്കറിയാം, ഫാത്തിമ ഐലൻഡ് തുടങ്ങി 7ഓളം ഐലൻഡുകൾ, 7ഓളം തുരുത്തുകളാണ് ആ ശക്തികുളങ്ങര മേഖലയിൽ മാത്രം നമ്മുടെ ചവറ മണ്ഡലത്തിലുള്ളത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഹൃദയാഘാതം പോലെയുള്ള ആപത്ഘട്ടങ്ങൾ പെട്ടെന്ന് അടിയന്തര സഹായം വേണ്ടി വരികയാണെങ്കിൽ വാഹന സൗകര്യമില്ല, വള്ളങ്ങളിലോ ഒക്കെ തന്നെ വേണം കരയ്ക്കെത്തുവാൻ. അതിനൊരുപാട് കാലതാമസം വരും. ദിവസവും കൊച്ചു കുട്ടികൾ വരെ സ്കൂളുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ചെറുവള്ളങ്ങളിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ അത് മാത്രമല്ല, അവിടുത്തെ പിന്നോക്കാവസ്ഥ, കുടിവെള്ളം ഒക്കെ എത്തുന്നുണ്ടെങ്കിലും അടിക്കടി ഈ ബോട്ട് ചാനലിൻ്റെ അടിയിലൂടെയുള്ള പൈപ്പായിരുന്നാൽ അത് അടിക്കടി ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുടിവെള്ളം മുട്ടുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് കിഫ്ബി ഫണ്ടോടുകൂടി ഏതാണ്ട് 21 കോടി രൂപയുടെ ഫണ്ടോടുകൂടി മുക്കാട്ട് കടവിൽ നിന്നും ഫാത്തിമ ഐലൻഡിലേക്കും ഫാത്തിമ ഐലൻഡിൽ നിന്നും അരുളപ്പം തുരുത്തിലേക്കും 2 പാലങ്ങൾ, അതും ഈ 2 മാസത്തിനുള്ളിൽ അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ സാമൂഹ്യമായിട്ട് ഈ പാലം വന്നു തീരുന്നതിന് മുമ്പ് വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് തന്നെ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്ന കാര്യമാണ്. അവരെല്ലാം വലിയ സന്തോഷത്തോടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനൊക്കെ മാറ്റിയപ്പോൾ തന്നെ നിരന്തരമുണ്ടാകുന്ന ആ വാട്ടർ സപ്ലൈയിലുള്ള ബ്രേക്ക് അതിനെല്ലാം ശാശ്വതമായിട്ടൊരു പരിഹാരമുണ്ടായി. അതുപോലെ തന്നെ കാവനാട് ഫിഷ് മാർക്കറ്റിൻ്റെ അതിൻ്റെ പരിപാടി അത് തീരദേശ വികസന കോർപ്പറേഷനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 2 കോടി രൂപ ചിലവിലാണ് ഫിഷ് മാർക്കറ്റ് കിഫ്ബി ഫണ്ടോടുകൂടി തന്നെ പുനർനിർമ്മിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തികളും ആരംഭിക്കാൻ പോവുകയാണ്. കോർപ്പറേഷൻ്റെ ആസ്തിയിൽപ്പെട്ടതാണ് ഫിഷ് മാർക്കറ്റ്. അതുകൂടാതെ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റായിട്ടുള്ള അരുനെല്ലൂരിൽ നിന്നും പെരിങ്ങാലം, മൺട്രോത്തുരുത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെരിങ്ങാലത്തേക്കുള്ള, അത് തേവലക്കരക്കാരുടെ നിരന്തരമായിട്ടുള്ള, അതുപോലെ മൺട്രോത്തുരുത്തുകാരുടെയും നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അപ്പം അതിൻ്റെ പാലത്തിൻ്റെ പ്രപ്പോസൽ, അതിൻ്റെ ഭരണാനുമതി ലഭിക്കുകയുണ്ടായി. 20 കോടി രൂപയാണ്. പക്ഷേ ടെക്നിക്കൽ സാങ്ഷൻ വന്ന പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോഴത്തേക്കും തുക അധികമായി വേണ്ടതിനാൽ ഒരു 45 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭരണാനുമതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ സോയിൽ ടെസ്റ്റ് അടക്കമുള്ള സാങ്കേതിക പരിശോധനകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വിവിധ ഏജൻസികൾ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി പണി പൂർത്തിയാക്കുവാനായിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. പ്രപ്പോസ്ഡ് ആയിട്ടുള്ള പുതിയ പ്രോജക്റ്റുകളും നിരവധിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഒരുപക്ഷെ 15-20 വർഷം കഴിഞ്ഞിട്ട് നടക്കേണ്ടിയിരുന്ന പല പദ്ധതികളും ഇക്കാലയളവിൽ പൂർത്തിയാക്കുവാൻ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സാധിച്ചു എന്നുള്ളത് ഈ വലിയ കാര്യമാണ്. നാടിൻ്റെ സന്തോഷവും നന്ദിയും ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ചവറ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. റോഡുകൾ നവീകരിക്കുന്നു, പുതിയ പാലങ്ങൾ വരുന്നു, ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു, ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ രംഗത്തും വികസനം എത്തിപ്പിടിക്കാൻ ചവറയ്ക്ക് സാധിച്ചു. വെട്ടമുക്ക് മണപ്പള്ളി റോഡിന്റെ വികസനം ഇവിടുത്തെ ഗതാഗത രംഗത്ത് വലിയ മാറ്റം വരുത്തി. അതുപോലെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് 10 ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിച്ചത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ കരുത്തേകി. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം എന്നിവയ്ക്ക് പുറമെ മറ്റ് പല മേഖലകളിലും ചവറയിൽ വികസനം എത്തിയിട്ടുണ്ട്. മത്സ്യബന്ധനം ചവറയിലെ പ്രധാന തൊഴിൽ മേഖലയാണ്. ഈ മേഖലയുടെ ഉന്നമനത്തിനായി ഫിഷ് മാർക്കറ്റുകൾ നവീകരിച്ചു, കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി. ശുദ്ധമായ കുടിവെള്ളം ഓരോ വീട്ടിലും എത്തിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിനായുള്ള കുടിവെള്ള പദ്ധതികൾ ചവറയിൽ നല്ല രീതിയിൽ നടപ്പിലാക്കി വരുന്നു. ടൂറിസം രംഗത്തും ചവറയ്ക്ക് വലിയ സാധ്യതകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയും ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ ചവറയിൽ ആരംഭിച്ചിട്ടുണ്ട്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഒരുപോലെ വികസനം എത്തിക്കുക എന്നതാണ് ചവറയുടെ ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ചവറയുടെ വികസനത്തിന്റെയും വളർച്ചയുടെയും സുവർണ കാലഘട്ടമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചു. ഈ മാറ്റങ്ങൾ ചവറയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു. ഇനിയും ഒരുപാട് വികസനം ചവറയെ കാത്തിരിക്കുന്നു. പുതിയ സ്വപ്നങ്ങളുമായി, പുതിയ പ്രതീക്ഷകളുമായി ചവറ മുന്നോട്ട് കുതിക്കുകയാണ്. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.